ഹായ് ഹലോ എവ്രി വൺ. യെസ്, അപ്പോൾ നമ്മുടെ ബോർഡ് എക്സാം, ഫൈനൽ ബോർഡ് എക്സാം ഒക്കെ അടുത്തിരിക്കുന്ന സമയമാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഒരു കൺഫ്യൂഷനിലായിരിക്കും. നമ്മുടെ ബയോളജിയിലെ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും എത്ര മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും, എത്രയാണ് ഓരോ ചാപ്റ്ററിന്റെ വെയിറ്റേജ് എന്നുള്ള കാര്യത്തിലൊക്കെ എല്ലാവരും ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ഇങ്ങനെ എത്ര ചോദിക്കും എന്നുള്ള കാര്യമൊക്കെ ഓർത്തിരിക്കുന്ന ഒരു സമയമായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം. നമ്മുടെ ബയോളജിയിൽ ബോട്ടണി ഉണ്ട്, സുവോളജി ഉണ്ട്. അപ്പോൾ ബോട്ടണി സുവോളജിയോട് ചേർത്തിട്ട് ഏകദേശം 13ഓളം ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് +2 വരുന്നത്. അപ്പോൾ ഈ മുഴുവൻ ചാപ്റ്റേഴ്സിലും എത്ര മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ബോർഡ് എക്സാമിന് ചോദിക്കുക, അല്ലെങ്കിൽ കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് എത്ര മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ വർഷം ഏകദേശം എത്ര മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും എന്നുള്ള കാര്യത്തിലേക്കൊക്കെ നമുക്കൊന്ന് പോവാം. സോ ഹിയർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യം നമുക്ക് നമ്മുടെ ബോട്ടണിയിലെ ചാപ്റ്റേഴ്സ് ഉണ്ട്. ബോട്ടണിയിലെ ചാപ്റ്റേഴ്സിനകത്തുള്ള ഓരോ ചാപ്റ്റേഴ്സിലും എത്ര മാർക്ക് വീതം ചോദിക്കും. നിങ്ങളൊന്ന് നോക്കിക്കേ, 2023 24 തമ്മിലാണ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുന്നത്. 23 എത്ര ചോദിച്ചു, 24 എത്ര മാർക്കിന് ചോദിച്ചു, ദെൻ അതിനുശേഷം നമ്മൾ ഈ വർഷം ഏകദേശം എത്ര മാർക്കിന് ചോദിക്കും, അതാണെന്ന് പറയാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം. നമ്മുടെ ബോട്ടണിയിലെ മുഴുവൻ ചാപ്റ്റേഴ്സ് കൂടെ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 5 ചാപ്റ്ററുകളാണ് ബോട്ടണിയിൽ വരുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ, ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഉണ്ട്, ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സ് ഉണ്ട്, ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ഉണ്ട്, ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ വരുന്നുണ്ട്, ആൻഡ് എക്കോസിസ്റ്റം ഉണ്ട്. ഇതിൽ നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2023 8 മാർക്കിന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മാറ്റവും കൂടാതെ 2024 8 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സിലേക്ക് വരുമ്പോൾ 11 മാർക്കിനുള്ള ചോദ്യങ്ങൾ 2023 ചോദിച്ചിട്ടുണ്ട്. പക്ഷെ 2024 ആയപ്പോഴോ 7 മാർക്കായിട്ട് കുറച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരിക്കലും 7ന് താഴേക്ക് അത് പോവില്ല. 7 7ന് മുകളിലേക്കുള്ള മാർക്കിലെ ആ ചാപ്റ്ററിൽ നിന്ന് ചോദ്യങ്ങൾ വരത്തുള്ളൂ. ആൻഡ് ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷനിലേക്ക് വരുമ്പോൾ 2023 7 മാർക്കിന് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. 2024 ആയപ്പോഴേക്കും 23 24 വന്നപ്പോൾ 2 മാർക്ക് കൂടുതൽ 9 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി ഓർഗാനിസം ആൻഡ് പോപ്പുലേഷനിലേക്ക് വന്നു കഴിയുമ്പോൾ 8 മാർക്കിനുള്ള ചോദ്യങ്ങൾ 2023 7 മാർക്കിനുള്ള ചോദ്യങ്ങൾ 2024 ചോദിച്ചു അല്ലെ. അപ്പോൾ ഏകദേശം 1 മാർക്കിന്റെ വ്യത്യാസം, ഒരു 7 8 ആ റേഞ്ചിൽ എന്തായാലും ഓർഗാനിസം ആൻഡ് പോപ്പുലേഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും ഷുവർ. ആൻഡ് ലാസ്റ്റ് ചാപ്റ്റർ ബോട്ടണിയിലെ എക്കോസിസ്റ്റം ആണ്. എക്കോസിസ്റ്റത്തിൽ നിന്ന് 2023 4 മാർക്കിനെ ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ 2024 വന്നു കഴിയുമ്പോൾ 7 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റേഞ്ചിൽ തന്നെ നിൽക്കും എന്നുള്ള കാര്യത്തിൽ ഷുവർ ആണ്, വലിയ വ്യത്യാസങ്ങൾ വരത്തില്ല. ഓക്കെ, ആൻഡ് നമ്മൾ ഈ സുവോളജിയുടെ കേസിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ചാപ്റ്ററുകൾ വരുന്നത് സുവോളജിയിലാണ്. 8 ചാപ്റ്ററോളം വരുന്നുണ്ട്. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ, മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് ഉണ്ട്, എവല്യൂഷൻ ഉണ്ട്, ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് ഉണ്ട്, മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ ഉണ്ട്, അതുപോലെ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ ഉണ്ട്. ഇത്രയും ചാപ്റ്റേഴ്സിൽ ആദ്യത്തെ ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ നിന്ന് ഒരു 3 മാർക്കിന്റെ ചോദ്യം 2023 ചോദിച്ചു, 2 മാർക്കിന്റെ ചോദ്യം 2024 ചോദിച്ചു. റീപ്രൊഡക്റ്റീവ് ഹെൽത്തിലേക്ക് വന്നു കഴിയുമ്പോൾ മക്കളെ 7 മാർക്കിനുള്ള ചോദ്യം 2023 9 മാർക്കിനുള്ള ചോദ്യം 2024 ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കേട്ടോ, റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ നിന്ന്. ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ ചാപ്റ്ററിലേക്ക് വന്നു കഴിയുമ്പോൾ 5 മാർക്കിനാണ് 2023 ചോദിച്ചത്. പക്ഷേ 2024 വന്നപ്പോൾ 8 മാർക്കിനുള്ള ചോദ്യങ്ങൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് വലിയ ചാപ്റ്റർ ആണ്. 2023 6 മാർക്കിന്റെ ചോദ്യവും 2024 8 മാർക്കിന്റെ ചോദ്യമാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് എവല്യൂഷനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ 2023 എവല്യൂഷനിൽ നിന്ന് 5 മാർക്കിനുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. 2024 ദർ ഇസ് നോ എനി ക്വസ്റ്റ്യൻ ഫ്രം എവല്യൂഷൻ. കണ്ടോ, എവല്യൂഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ഇയറിൽ. ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് വന്നു കഴിയുമ്പോൾ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസിലേക്ക് വന്നു കഴിയുമ്പോൾ 5 മാർക്കിന് 2023 6 മാർക്കിന് 2024 1 മാർക്കിന്റെ വ്യത്യാസം, ഒരു 5 6 മാർക്കിന് ആ റേഞ്ചിൽ എവിടെ നിൽക്കും, ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിൽക്കും, ഉറപ്പായിട്ട് നിൽക്കും കേട്ടോ. ഇനി മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ 2023 3 മാർക്കിനും 2024 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഒരു 2 മുതൽ 3 മാർക്ക് വരെ എങ്ങനെ വന്നാലും നമുക്ക് ആ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. ആൻഡ് ലാസ്റ്റ് ചാപ്റ്റർ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ 6 മാർക്സിന്റെ ക്വസ്റ്റ്യൻ 2023 ആൻഡ് 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻ 2024 ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ചാപ്റ്റർ ചെറുതായിരിക്കും പക്ഷെ വെയിറ്റേജ് അത്യാവശ്യം വന്നിട്ടുള്ളതാണ്. സോ ഈ വെയിറ്റേജ് കൂടി ചാപ്റ്ററുകൾ നമ്മൾ എന്തായാലും നോക്കണം എന്നുള്ള കാര്യം അറിയാമല്ലോ.
അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു ഇയറിൽ നമ്മുടെ 2024-25 അക്കാഡമിക് ഇയറിൽ നടക്കാൻ പോകുന്ന നമ്മുടെ ബോർഡ് എക്സാമിന് ഏകദേശം ഓരോ ചാപ്റ്ററിൽ നിന്നും ബോട്ടണി സുവോളജിയിലെ ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം എന്ന് നോക്കാം. നമുക്ക് ആദ്യം നമ്മുടെ ബോട്ടണി സെഷൻ തന്നെ പറയാം. 2025 എക്സാമിന് ബോട്ടണിയിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ ഉറപ്പായിട്ടും 8 മാർക്കിന്റെ ചോദ്യം നിങ്ങൾക്ക് അവിടെ മിനിമം വന്നിട്ടുണ്ടാവും. ഉറപ്പായിട്ടും ചോയ്സുകൾ അടക്കം 8 മാർക്കിന് ചോദ്യങ്ങൾ അതിൽ നിന്ന് വന്നിട്ടുണ്ടായിരിക്കും. ഇനി ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സിൽ നിന്ന് 11 മാർക്കിന്റെ ചോദ്യം മക്കൾക്ക് അവിടെ പ്രതീക്ഷിക്കാം കേട്ടോ. 10-11 മാർക്ക് അത്രയും റേഞ്ചിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷനിൽ നിന്ന് 7 മാർക്ക് മിനിമം പ്രതീക്ഷിക്കാം. 7 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉറപ്പായിട്ടും വന്നിട്ടുണ്ടാകും. ഓർഗാനിസം ആൻഡ് പോപ്പുലേഷനിൽ നിന്ന് 8 മാർക്കിന്റെ ചോദ്യങ്ങൾ ഷുവർ. എക്കോസിസ്റ്റത്തിൽ നിന്ന് 4 മാർക്ക് ഉറപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും മാർക്കാണ് ബോട്ടണി സെഷൻസിൽ നിന്ന് വരുന്നത്. ആൻഡ് നിങ്ങൾ സുവോളജി സെഷനിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഓരോ ചാപ്റ്ററും ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ ഈ പ്രാവശ്യം 3 മാർക്കിന് എന്തായാലും ചോദ്യം ഉറപ്പായിട്ടും വരും. റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ നിന്നും ഒരു 7 മാർക്കിനോളം ചോദ്യങ്ങൾ ചോദിക്കും. ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ 5 മാർക്കിന് പ്രതീക്ഷിക്കാം. ആൻഡ് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് 6 മാർക്കിന് കേട്ടോ. 6 മാർക്കിന് നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. എവല്യൂഷനിൽ നിന്ന് 5 മാർക്കാണ് ലാസ്റ്റ് ഇയറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഈ പ്രാവശ്യം 5 മാർക്കിന് നമുക്ക് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസിൽ നിന്ന് 5 മാർക്ക് കിട്ടും. മൈക്രോബ്സിൽ നിന്ന് ഷുവർ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല 3 മാർക്ക് ഉറപ്പ്. ആൻഡ് ലാസ്റ്റ് ചാപ്റ്റർ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ, ആ ചാപ്റ്ററിൽ നിന്ന് ഒരു 6 മാർക്കിന്റെ ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. 6 മാർക്ക്. ഓക്കെ, പല സെക്ഷനിൽ 1 മാർക്കിന്റെ 2 മാർക്കിന്റെ 3 മാർക്കിന്റെ 5 മാർക്കിന്റെ ഒക്കെ സെഷൻസിലായിട്ട് പല സെക്ഷനുകളിലായിട്ട് നിങ്ങൾക്ക് ഒരു 5-6 മാർക്കോളം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും, ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വരുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ വർഷത്തെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വെയിറ്റേജ് അല്ലെങ്കിൽ മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഏത് ബോട്ടണിയുടെയും സുവോളജിയുടെയും +2ന്റെ കേസിൽ. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത ബോട്ടണിയിലെയും സുവോളജിയിലെയും ഇമ്പോർട്ടൻസ് ഉള്ള ചാപ്റ്ററിലേക്ക് മാർക്ക് അനുസരിച്ച് പറയുമ്പോൾ ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്ററുകൾ മക്കൾ എന്ത് ചെയ്യുക, നല്ല അടിപൊളിയായിട്ട് ആദ്യമേ പഠിച്ചു തീർക്കുക. ഓക്കെ, അതിനുശേഷം ബാക്കിയുള്ള ചാപ്റ്റേഴ്സിലേക്ക് പോവാം കേട്ടോ. എപ്പോഴും പഠിക്കുമ്പോൾ വെയിറ്റേജ് കൂടിയ ചാപ്റ്ററുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഫോളോ ചെയ്ത് നല്ല സെറ്റ് ആയിട്ട് പഠിച്ചിരിക്കാം. ആൻഡ് നിങ്ങളുടെ ഫൈനൽ ബോർഡ് എക്സാം നല്ല അടിപൊളിയായിട്ട് എഴുതുക. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ ഫൈനൽ എക്സാംസ്. ഓക്കെ.